ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ AD Tech. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഫോൺ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. ആൻഡ് ഈ ഫോൺ OnePlusൻ്റെ ലേറ്റസ്റ്റ് ഫോണായ OnePlus 15 ആണ് കേട്ടോ. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. OnePlusൻ്റെ 15 ഇറക്കിയേക്കുന്നത് ഒക്ടോബർ 2025 ഇതിൻ്റെ ക്യാമറയിലോട്ട് കിടക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, 50 മെഗാ പിക്സൽ ടെലിഫോട്ടോ ക്യാമറ, 50 മെഗാ പിക്സൽ അൾട്രാവൈഡ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറയിലോട്ട് കിടക്കുകയാണെന്ന് വെച്ചെങ്കിലോ 32 മെഗാ പിക്സലിലെ ഫ്രണ്ട് ക്യാമറയും. നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നല്ല ക്ലാരിറ്റിയോടെ കിട്ടും. അത് വെച്ചാൽ അൾട്രാവൈഡൊക്കെ 50 ആയതുകൊണ്ട് അത്യാവശ്യം ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. ആൻഡ് ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8K 30 FPS വീഡിയോ റെക്കോർഡിംഗ് അവൈലബിൾ ആണ്. അത് പിന്നെ വേറെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4K 30 to 120 FPS നമുക്ക് എടുക്കാം. 30, 60 ആൻഡ് 120 FPS, ഈ 3 FPS ഫ്രെയിം റേറ്റിലാണ് നമുക്ക് എടുക്കാൻ പറ്റിയ വീഡിയോ. ഇനി ഫ്രണ്ട് ക്യാമറയിലോട്ട് കിടക്കുമ്പോൾ വീഡിയോ റെക്കോർഡിങ് ഇത്തിരി ചേഞ്ച് ആവുന്നുണ്ട്. അത് വെച്ചാൽ 8K വീഡിയോ റെക്കോർഡിംഗ് അവൈലബിൾ അല്ല, പക്ഷേ 4K 60 FPS നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ ഡിസ്പ്ലേയിലോട്ട് കിടക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6.78 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ, 165 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചാൽ വെള്ളം ഒഴുകണ മാതിരിയാണ് ഡിസ്പ്ലേ കൊടുത്തേക്കുന്നത്. അപ്പോൾ OnePlus 13 1 ഇഞ്ചിന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഡിസ്പ്ലേയിലൊക്കെ നോക്കുമ്പോൾ. അതെനിക്കിഷ്ടമായി. ആൻഡ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാസോണിക് ആണ്, അത് ഇൻ ഡിസ്പ്ലേ ആണ്. സോ ഫാസ്റ്റസ്റ്റ് റെക്കഗ്നേഷനാണ്. അത് വെച്ചാൽ വെള്ളമൊക്കെ ഡിസ്പ്ലേയിലുണ്ടെങ്കിലും എന്നാലും നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഫിംഗർ പ്രിൻറ്റ്. ആൻഡ് നെക്സ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ബാറ്ററിയാണ്. 7300 mAh ബാറ്ററിയാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഒരു 1 ഡേ ഒക്കെ ലാസ്റ്റ് ചെയ്യും കേട്ടോ. ആൻഡ് ഇതിൻ്റെ ചാർജിങ് സപ്പോർട്ട് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 120 വാട്ട്സിൻ്റെ സൂപ്പർ വോക്കിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. ആൻഡ് 50 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. 10 വാട്ട്സിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. 5 വാട്ട്സിൻ്റെ റിവേഴ്സ് വയർ ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. ആൻഡ് ഇതിൻ്റെ പ്രോസസ്സർ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗണിൻ്റെ 8 Elite Gen 5 ആണ് കൊടുത്തേക്കുന്നത്. അത് വെച്ചാൽ ലേറ്റസ്റ്റ് ചിപ്സെറ്റാണ്. ആൻഡ് ഗെയിമൊക്കെ കളിക്കുമ്പോൾ എബവ് 90 FPS ആണ്. ആൻഡ് 120 FPS ഒക്കെ എന്തായാലും എത്തും. ആൻഡ് ഇതിന് ഹീറ്റിങ്ങിൻ്റെ അത്ര ഇഷ്യൂസ് ഒന്നുമില്ല. ആൻഡ് ഇതിൻ്റെ വേറെ കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ആൻഡ് ഇതിന് കളേഴ്സ് ആകെ 3 കളേഴ്സുള്ളൂ: അൾട്രാ വയലറ്റ്, സാൻഡ് സ്റ്റോം ആൻഡ് ഇൻഫിനിറ്റ് ബ്ലാക്ക്. ഈ 3 കളേഴ്സിലാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇത് മാർക്കറ്റിൽ ഇറക്കുന്നത് എനിക്ക് തോന്നുന്നു 3 വേരിയൻ്റ് ആയിട്ടാണ് ഇറക്കുന്നത്. അത് വെച്ചാൽ 256 GB-യിലും 512 GB-യിലും ആൻഡ് 1 TB-യിലുമാണ് ഇറക്കുന്നത് സ്റ്റോറേജിൻ്റെ ഇതിൽ നോക്കുമ്പോൾ. ആൻഡ് ഇതിൻ്റെ റാം നോക്കുമ്പോൾ 8 GB റാം ആൻഡ് 12 GB റാം ഒക്കെയാണ് കിട്ടുന്നത്. ആൻഡ് 16 GB റാമിലും കിട്ടുന്നുണ്ട്. നോക്കുമ്പോൾ OnePlus 13 ഇറക്കിയിരുന്നത് 24 GB റാമിലായിരുന്നു. ആൻഡ് റാമിൻ്റെ സൈസ് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം. എനിക്കറിയില്ല, OnePlus 13 എനിക്ക് തോന്നുന്നു റാമിൻ്റെ കാര്യത്തിൽ OnePlus 13 ഹൈ ആണ്. അത് വെച്ചിട്ട് ഡിസ്പ്ലേ കാര്യത്തിലൊക്കെ നോക്കുമ്പോൾ OnePlus 15 ആണ് നല്ലത്. ആൻഡ് ഇത് വാങ്ങാൻ കിട്ടുക 256 GB-യിൽ തൊട്ടാണ് തുടങ്ങുന്നത്. 256 GB സ്റ്റോറേജിൽ 8 GB റാം, 16 GB റാമിലും കിട്ടുന്നുണ്ട്. ഇനി 512 വെച്ച് കഴിഞ്ഞാൽ അത് 12 GB റാമിലും 16 GB റാമിലുമാണ്. 1 TB-യിൽ നോക്കുമ്പോൾ 12 GB ഉണ്ട്, 16 GB ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് 72,999 ആണ് പ്രൈസ്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ വീഡിയോ ഇത്ര വരെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ ഒക്കെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ബെൽ ബട്ടണും കൂടി അമർത്തിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് മറന്നു പോവില്ല ഇങ്ങനത്തെ ലേറ്റസ്റ്റ് വീഡിയോസൊക്കെ എത്തിയിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.